തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ 25 പഞ്ചായത്തിലും 5 നഗരസഭകളിലും 4 ബ്ലോക്ക് പഞ്ചായത്തിലും UDF ജമാഅത്തെ ഇസ്ലാമി സഹകരണം. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലി ചേരുന്നു. സ്വാലി, സിറ്റിംഗ് സീറ്റുകൾ വരെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് വിട്ടു നൽകി അല്ലേ? മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 38ഓളം ഡിവിഷനുകളിൽ, അത് 25 പഞ്ചായത്തിലും 5 നഗരസഭകളിലുമായാണ് ഇത്തരത്തിൽ വലിയ സഹകരണം UDF ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തുന്നത്. തിരൂർ നഗരസഭയിൽ 1 സീറ്റിലും, താനൂർ നഗരസഭയിൽ 2 ഡിവിഷനിലും, പരപ്പനങ്ങാടി നഗരസഭയിൽ 2 ഡിവിഷനിലും ഈ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിയുടെ സഹകരണത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ UDF മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗതമായി കാലങ്ങളായി മുസ്ലിം ലീഗ് ജയിച്ചു വരുന്ന സീറ്റുകൾ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടിക്ക് വിട്ടു നൽകിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ സഹകരണം ഉണ്ടാക്കിയിരിക്കുന്നത്. SDPI സഖ്യവും പൊന്നാനി നഗരസഭയിൽ UDF SDPI സഖ്യമാണുള്ളത്. 25ാം വാർഡിലാണ് ഇത്തരത്തിൽ തീവ്രവാദ പ്രസ്ഥാനമായ SDPIയുമായി കൈകോർത്ത് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 150ലധികം വോട്ടുകൾ നേടിയ SDPI ഇത്തവണ ഇവിടെ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയിട്ടില്ല. ഇത് പരസ്പര ധാരണയുടെ ഭാഗമായാണ് കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിന് പകരം സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായി തീവ്രവാദ സംഘടനകളുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒക്കെ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട് UDF. സ്വാലി, സിറ്റിംഗ് സീറ്റുകൾ വരെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് വിട്ടു നൽകിയിട്ടുണ്ടല്ലേ? തീർച്ചയായും പലയിടങ്ങളിലും, തിരൂരിലൊക്കെ നമുക്ക് ഇത് കാണാൻ കഴിഞ്ഞിരുന്നു. സിറ്റിംഗ് സീറ്റുകളാണ് വിട്ടു നൽകിയിട്ടുള്ളത്. അത് മുസ്ലിം ലീഗ് പരമ്പരാഗതമായി ജയിച്ചു വരുന്ന വാർഡുകളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. വളവന്നൂർ പഞ്ചായത്തിൽ 18ാം വാർഡിൽ EK സുന്നി വിഭാഗക്കാരെ കൂടി അവഗണിച്ചാണ്, അവർക്ക് സീറ്റ് നൽകാതെയാണ് വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ മുസ്ലിം സംഘടനകളുടെ പോലും എതിർപ്പുകൾ മറികടന്ന്, സാമുദായിക സംഘടനകളുടെ ഒക്കെ എതിർപ്പുകൾ മറികടന്നാണ് ജമാഅത്തെ ഇസ്ലാമി സഹകരണം മുസ്ലിം ലീഗും UDFും ഒരുപോലെ കോൺഗ്രസും വിവിധ വാർഡുകളിലായി ഏതാണ്ട് 38ഓളം ഡിവിഷനുകളിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ സഖ്യമായി മത്സരിക്കുന്നത്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.